ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് ഉണ്ടാക്കാം. അതും ഹോം മെയ്ഡ് നൂഡിൽസ്, മൈദ യൂസ് ചെയ്യാതെ റൈസ് ഫ്ലേവർ കൊണ്ട്, അരിപ്പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ ഞാനൊരു 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടിയിൽ കുറച്ചായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ റെഡിയാക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഒരു 3 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇഡ്ഡലിത്തട്ടിലാണ് റെഡിയാക്കണത്. ഇതിപ്പോൾ സാധാ ഒരു പ്ലേറ്റിൽ നല്ലോണം എണ്ണ തേച്ചതിന് ശേഷം ചുമ്മാ റൗണ്ടിലാക്കി എടുത്താൽ മതി. ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. നമുക്ക് കാരണം നൂഡിൽസ് അല്ല, നീളത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ ആക്കി റെഡിയാക്കി എടുക്കാം. രണ്ട് പ്ലേറ്റിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ്. കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊരു ഹോളുള്ള പാത്രം എടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഇടിയപ്പം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇടിയപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുറച്ചായിട്ടുള്ള ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. 2 ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ പൊട്ടാതെ ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നത് ഒന്നും കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നൂഡിൽസ് ആവശ്യമായ വെജിറ്റബിൾസ് നോക്കാം. ഞാനിവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 1 മതി. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പച്ചപ്പട്ടാണി. അടുത്തായിട്ട് ബീൻസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 ബീൻസ് എടുത്തിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ, കുറച്ച് സാധാരണ നോർമൽ അരിയുന്ന പോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഓപ്ഷണലാണ്. ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു കടായി വെക്കുക. കടായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന
സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, മട്ടർ അതെല്ലാം ആഡ് ചെയ്ത് നല്ലോണം വേവിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ എരിവിനനുസരിച്ച് പാകത്തിന് മുളക് പൊടി ആഡ് ചെയ്യുക. ഇവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചക്കറി പകുതി വെന്തതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാഗി മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു പാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാഗി മസാല സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് 1 സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം അത് നല്ലോണം ഇളക്കിയതിന് ശേഷം പച്ചക്കറി വെന്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന നൂഡിൽസ്, റൈസ് ഫ്ലേവറിൻ്റെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യുക. കേട്ടോ, ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ നൂഡിൽസ് റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.